ലേറ്റസ്റ്റ് ആയിട്ട് രേണുവിനെതിരെ ബിഷപ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറേയധികം ഓഡിയോ ക്ലിപ്സും കാര്യങ്ങളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ആ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നതിന് ശേഷം ബിഷപ്പിന് ഇപ്പം കുറേയധികം പേര് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് ആ ഒരു വോയിസ് ക്ലിപ്പിൽ ഇപ്പം ഈ ഒരു ബിഷപ്പ് രേണുവിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം. അതിനുശേഷം ഇപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബിഷപ്പ് എന്തൊക്കെയാണ് അതിന് മറുപടിയായിട്ട് പറഞ്ഞത് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. സോ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തുകയുള്ളൂ. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. സോ ഈ ഒരു രേണു സുധിയും ഈ ഒരു ബിഷപ്പിൻ്റെയും ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ലേറ്റസ്റ്റ് ആയിട്ട് ബിഷപ്പിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് മെയിനായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് രേണുവിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് ഉണ്ടായിരുന്നത്. പല യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ ഈ ഒരു ബിഷപ്പ് ഫോൺ കോൾ ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനുണ്ടെങ്കിൽ ഈ ഒരു രേണുവിന് ഇത് എനിക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്തു, പക്ഷെ അത് കാരണം രേണു കാണിക്കുന്ന പല കാരണങ്ങളും കൊണ്ട് അതിൻ്റെ അടുത്ത് ഉള്ള മറ്റ് പ്ലോട്ടുകൾ എൻ്റെ സ്ഥലങ്ങളുണ്ട്, അതൊന്നും വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കുന്ന ബ്രോക്കർ എൻ്റെ അടുത്ത് പറഞ്ഞ് അതിനെക്കുറിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ബിഷപ്പ് ഉണ്ടെങ്കിൽ രേണുവിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല സ്ഥലം കൊടുത്തപ്പോൾ എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ബിഷപ്പും രേണുസുധിയും തമ്മിൽ കുറേ നാളുകൾക്ക് മുമ്പ് പ്രശ്നങ്ങളുണ്ടായ ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തെ കാര്യങ്ങളാണ് കുറേയധികം യൂട്യൂബേഴ്സിനെ വിളിച്ച് സംസാരിച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പാണ് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിന് ശേഷം ഈ ഒരു ബിഷപ്പ് തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറേയധികം പേർക്കെങ്കിലും ഇത് എന്താണ് സംഭവം, അന്നൊക്കെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഫുൾ ആദ്യം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഈ ഒരു രേണുവിന് വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തൊരു വ്യക്തിയാണ് ഈ ഒരു ബിഷപ്പ് എന്ന് പറയുന്നത്. ആദ്യ സമയങ്ങളിലെല്ലാം ബിഷപ്പ് ഉണ്ടെങ്കിൽ രേണുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. രേണുവിനെതിരെ ആദ്യമേയൊക്കെ കുറേയധികം ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ കുറേയധികം റീലും കുറേയധികം ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന രീതി ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു ബിഷപ്പ് ഇതിനെതിരെ പ്രതികരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, അത് അവരുടെ ജീവിതമാണ്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ചെയ്തോട്ടെ, നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുഴപ്പമില്ലാതെ ആ സമയത്തൊക്കെ രേണുവിന് ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ബിഷപ്പ് എന്ന് പറയുന്നത്. അതേ കണക്ക് ആരും അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമൊക്കെ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേയധികം ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ മെയിനായിട്ട് ഇടയ്ക്ക് വെച്ച് ഭയങ്കര വലിയൊരു വഴക്കതും ഈ ഒരു രേണുവിൻ്റെ സഹോദരി അടക്കം ഈ ഒരു ബിഷപ്പിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന അത്ര വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു രേണുവിനൊക്കെ വീട് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു വീടിൻ്റെ ചില സ്ഥലങ്ങളൊക്കെ പൊളിയുന്ന കണക്കുള്ള ഒരു സിമെൻറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ മതിലൊക്കെ പൊളിയും വിടവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ രേണു പല മാധ്യമങ്ങളിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത് കണക്ക് വെച്ച് തന്നതൊന്നും അത്ര ശരിയായിട്ടുള്ളതല്ല, അത് വെച്ച് കൊടുത്ത ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കുറേയധികം ഓൺലൈൻ മീഡിയാസിന് വേണ്ടി സംസാരിച്ച സമയത്ത് ഇത് കണക്ക് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഭയങ്കര, നമ്മുടെ ഈ നിൽക്കുന്ന വീടിൻ്റെ അടുത്തൊന്നും എങ്ങും വേറെ ആൾക്കാരൊന്നും ഇല്ല, ഇവിടെ ഭയങ്കര ഒറ്റപ്പെട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കിട്ടിയേക്കുന്നത് എന്നുള്ള രീതിയിൽ കൂടി രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറേയധികം പേര് രേണുവിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിനക്കുണ്ടെങ്കിൽ വീട് വെക്കാൻ സ്ഥലം തന്നു, അല്ലെങ്കിൽ വീട് വെച്ച് തന്നത് തന്നെ വലിയൊരു കാര്യമാണ്, വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ വരും എന്നുള്ള രീതിയിൽ ചിലർ സപ്പോർട്ട് ചെയ്തും മറ്റു ചിലരാണെങ്കിൽ ഇങ്ങനെയൊക്കെ വീട് വെച്ച് കൊടുത്ത് എന്തിനാന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സമയത്ത് ഈ രേണു ഇതേ കണക്കൊരു കാര്യം പറഞ്ഞതും അത് ബിഷപ്പിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതേ കണക്ക് ആൾ താമസമില്ലാത്ത ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് തന്നതെന്നൊക്കെ പറഞ്ഞത് ആ ഒരു ബിഷപ്പിന് ഇഷ്ടപ്പെട്ടില്ല. ബിഷപ്പ് ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതേ കണക്ക് ഞാനായിട്ട് ഇത് കൊടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഉപകാരമാവുമല്ലോ എന്നുള്ളതാണ്, ഇപ്പം അത് എനിക്ക് തന്നെ എതിരെ തിരിഞ്ഞു എന്നുള്ള രീതിയിലാണ് ബിഷപ്പ് ഇതേ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് പറഞ്ഞതിന് ശേഷം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് ബിഷപ്പിനെതിരെ നെഗറ്റീവായിട്ട് കമൻസുകളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിഷപ്പ് ഇങ്ങനെയൊക്കെ രേണുവിനെതിരെ സംസാരിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ പറഞ്ഞത് മാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങൾ ഈ ഒരു രേണുവിനെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് രേണുവിൻ്റെ കുറേയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ബിഷപ്പിനെ ഭയങ്കരമായിട്ട് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പല പ്രാവശ്യമായിട്ട് രേണു സുധിക്കെതിരെ ഉണ്ടെങ്കിൽ ബിഷപ്പ് പല ഓൺലൈൻ മീഡിയാസിന് ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂസിലെല്ലാം ഈ ഒരു ബിഷപ്പ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഇതേ കണക്ക് ഭർത്താവ് മരിച്ച കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ത്രീക്ക് അവർക്ക് കുട്ടികൾക്കും സ്ഥലം വെക്കാൻ വേണ്ടി ഞാൻ പൈസ പോലും വാങ്ങാതെയാണ് ആ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആർക്കും കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ കൊടുത്തു. പക്ഷേ ഇപ്പോൾ അവർ തന്നെ എനിക്കെതിരെ ഇതേ കണക്ക് സംസാരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം ആൾക്കാർ എന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്, എനിക്കെതിരെ കമൻസ് ഇടുന്നുണ്ട്. പിന്നെ കുറേയധികം പേരെന്നെ കോൾ ചെയ്തിട്ട് വരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം എനിക്ക് തീരെയില്ല. അതുപോലെ തന്നെ ഈ ഒരു വീട് വെച്ച് കൊടുത്ത ആളുടെ അവസ്ഥ വരെ വളരെ മോശമായിട്ടൊരു കാര്യമാണ്. അയാൾക്കിപ്പം ബിസിനസ്സിൽ തന്നെ ഭയങ്കര നഷ്ടമാണ്. ആരും വിളിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളുണ്ടെങ്കിൽ നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതേ കണക്കെത്തിയത് ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം ഈ ഒരു രേണുവാണ്. രേണു ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കുറേയധികം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പല മീഡിയാസിലും ചെന്ന് പറയുന്നു. ഞങ്ങളുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു നല്ല മനസ്സില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു ഈ ഒരു വീട് വെച്ച് കൊടുത്ത ഫിറോസും വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനുണ്ടെങ്കിൽ അവരെ പറ്റിക്കണമെന്നും വിചാരിച്ചിട്ട് ചെയ്ത ഒരാൾ കൂടിയല്ല. പക്ഷേ ഇപ്പോൾ ഇതേ കണക്ക് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ഫിറോസും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സമയത്തൊക്കെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രേണുവിൻ്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഈ ഒരു ബിഷപ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചും ഈ ഒരു രേണു ഉണ്ടെങ്കിൽ ഈ ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞ വ്യക്തി അത്ര നല്ല വ്യക്തിയൊന്നും അല്ല, ഭയങ്കര മോശമായിട്ടുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സഹോദരിയൊക്കെ പോയിട്ട് ബിഷപ്പ് ഇതിൻ്റെ കംപ്ലയിൻ്റൊക്കെ കൊടുക്കുന്നത്. എന്തായാലും അതിന് ശേഷം ഈ ഒരു രേണുസുതി ബിഗ് ബോസിലൊക്കെ പോകുന്നത് ആ ഒരു സമയത്തും കുറേ ഇഷ്യൂസൊക്കെ ഈ ഒരു കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു രേണുസുതി ബിഗ് ബോസിൽ നിന്ന്. പിന്നെ കിച്ചുവായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്ക് ഈ ഒരു രേണുസുതിക്ക് ക്യാൻസറാണ് എന്നുള്ളൊരു കാര്യം രേണുസുതി എന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറേയധികം പേര് രേണുവിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എതിർത്ത് പറഞ്ഞവർ പോലും. അതിലൊരാളാണ് ഈ ഒരു ബിഷപ്പ് എന്ന് പറയുന്നത്. ബിഷപ്പ് ആ സമയത്ത് വീട്ടിൽ പോയി കാണുകയും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടത്തിയതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ പുറത്ത് രേണു തന്നെയാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു രേണുവിനെതിരെ സംസാരിച്ച ബിഷപ്പ് പിന്നെ കിച്ചുവിനെതിരെ തിരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കിച്ചുവും രേണുവും തമ്മിലുള്ള ഒരു ഇഷ്യൂ നടക്കുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ ആ ഒരു കിച്ചു ഉണ്ടെങ്കിൽ ഇതേ കണക്ക് രേണുവിനെതിരെ ആവശ്യമില്ലാത്ത വീഡിയോസൊക്കെ ചെയ്യുവാണ്. ഇനി ഇതേ കണക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ രേണുവിന് സപ്പോർട്ടായിട്ട് ഈ ഒരു കിച്ചുവിനെതിരെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന കുറേയധികം ആൾക്കാർ ഈ ഒരു ബിഷപ്പിനെ എടുത്തിട്ട് കുറേ നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ബിഷപ്പിൻ്റെ കുറേയധികം പണ്ടത്തെ വോയിസൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ആ ഒരു സ്ഥലം കൊടുത്തതിൽ ഭയങ്കര വിഷമം തോന്നുന്നു, ഇപ്പം ഈ ഒരു രേണു കാരണം എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലടക്കം ഈ ഒരു ബിഷപ്പ് മറ്റ് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നു, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന ഓഡിയോ ഒക്കെ പുറത്ത് ഭയങ്കര ചർച്ചയാവുന്നത്. അതിനുശേഷം ഇപ്പം ഈ ഒരു ബിഷപ്പ് തന്നെ ഇതിനെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും പല യൂട്യൂബേഴ്സ് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പം പുറത്ത് വിടുന്നുണ്ട്. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, അത് എൻ്റെ തെറ്റ് ഉണ്ട് എന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ രേണുവായിട്ട് നല്ലൊരു അടുത്ത ബന്ധത്തിലാണ്. ഞങ്ങളുണ്ടെങ്കിൽ ഇപ്പം മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു
എത്തിക്കുന്ന കാര്യമാണെങ്കിലും അപ്പോൾ ഈ ഒരു അസുഖമൊക്കെ ഉള്ള സമയത്തെല്ലാം ഞാൻ രേണുവിന് സപ്പോർട്ടായിട്ട് നിൽക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷേ കുറേയധികം പേര് ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഇപ്പോഴും എന്നെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ളവരടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ഞാനും രേണുവും തമ്മിൽ തെറ്റാൻ പോകുന്നില്ല. രേണുവിന് ഈ ഒരു സമയത്ത് ഉറപ്പായിട്ടും സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. അത് ആർക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു ബിഷപ്പ് ലേറ്റസ്റ്റായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്.